ഫ്രണ്ട്സ്, വെൽക്കം ടു ദ സ്റ്റോറി പാണ്ട. ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യാണ്. ലവ് ഓൺ ദി എഡ്ജ് ഓഫ് ഡിവോഴ്സ് ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് പോവാം. ഫൂയുടെ അമ്മയും ഷയോച്ചിങ്ങുമായിട്ട് അവൻ്റെ കൂടെ ആരാണ് ഡാൻസ് കളിച്ചതെന്ന് അറിയാനായിട്ട് വരികയാണ്. അപ്പോൾ ഹോട്ടലിലെ വെയിറ്ററുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആരാണ് അവിടെ ഡാൻസ് ചെയ്ത പെൺകുട്ടി? അയാൾ പറയും, ആ കുട്ടി വാഷ്റൂമിലോട്ട് പോയിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ചെന്നാൽ കാണാം. അങ്ങനെ അമ്മയും ഷയോച്ചിങ്ങുമായിട്ട് വാഷ്റൂമിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും പെന്നിയല്ല കാണുന്നത്, വേറൊരു പെൺകുട്ടിയാണ്. പെന്നി വേറൊരു വാഷ്റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത്. അപ്പോൾ ഷയോച്ചിങ്ങിന് നല്ല നിരാശ തോന്നുന്നുണ്ട്. അവൾ വേറൊരു ഗേളുമായിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാണ്. എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ, പെന്നിയുടെ ഡ്രിങ്ക്സിൽ എന്തോ കലക്കി അവളെ ബോധം കെടുത്തിയിട്ട് അവിടെയുള്ളൊരു സ്റ്റാഫിനെ കൊണ്ട് തന്നെ അവളെ റേപ്പ് ചെയ്യിക്കാനാണ് നമ്മുടെ ഷയോച്ചിങ് ഈ ഗേളിനോട് സംസാരിക്കുന്നത്. എനിക്ക് അവിടേക്ക് നേരിട്ട് വരാൻ പറ്റില്ല, പക്ഷേ നീ ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരണം, പോരാത്തതിന് അവൻ്റെ അമ്മേനെയും നീ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരണം എന്നൊക്കെ ഷയോച്ചിങ് അവളോട് പറയാണ്. അങ്ങനെ ആ ഗേളാണെങ്കിൽ കുറേ ആൾക്കാരെയും വിളിച്ചും കൊണ്ട് വരികയാണ്. അവൾ അവരോടൊക്കെ പറയുന്നത്, എൻ്റെ ബോയ് ഫ്രണ്ടിന് വേറൊരു പെണ്ണിങ്ങനെ പിടിച്ചു വച്ചേക്കുകയാണ്, അവൻ എന്നോട് ചീറ്റ് ചെയ്യുകയാണ്, അവൾ കാരണമാണ് അങ്ങനെയൊക്കെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി ഈ ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ പ്രതീക്ഷിച്ചതിനും വിപരീതമായിട്ടാണ് അത് നടന്നത്. പെന്നിയെ പ്രതീക്ഷിച്ചിരുന്ന അവൾ പെന്നിയുടെ സ്ഥാനത്ത് ഷയോച്ചിങ് ഇരിക്കുന്നത് കണ്ടിട്ട് ഞെട്ടിപ്പോവുകയാണ്. ആ പെൺകുട്ടിയുടെ കൂടെ വന്നവരൊക്കെ മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഷയോച്ചിങ് ആകെ ദേഷ്യപ്പെടുകയാണ്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പൊക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഷൗട്ട് ചെയ്യുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഫൂയുടെ അമ്മ വരികയാണ്. അമ്മ ഇവളിങ്ങനെ കാണുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. ചോച്ചി, നീ എന്താ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരോടൊക്കെ ഇറങ്ങി പോകാൻ പറയും. എന്നിട്ട് ചിങ്ങിനോട് പറയും, ചിങ്, ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്, നിനക്ക് എത്ര ധൈര്യമുണ്ട് നീ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് ഇവിടെ വന്നിട്ട്. അപ്പോൾ ചിങ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് അമ്മ അറിഞ്ഞു കഴിഞ്ഞു, ഇനി ഒരിക്കലും അമ്മ ഫൂവിനെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരില്ല, അപ്പോൾ എന്തെങ്കിലും ട്രിക്ക് കാണിച്ചാലേ പറ്റൂ എന്ന് ചിങ് മനസ്സിൽ വിചാരിക്കുകയാണ്. അവളുടനെ ബെഡിൽ കിടന്ന ഫൂയുടെ ജാക്കറ്റ് അമ്മ എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ അമ്മ നോക്കുമ്പോൾ അവൻ്റെ ജാക്കറ്റാണ്, അത് കസ്റ്റമൈസ്ഡ് ആണ്, അവന് വേണ്ടി പ്രത്യേകം തയ്പ്പിച്ച സ്യൂട്ടാണത്. അപ്പോൾ അമ്മയാണെങ്കിൽ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്, ഇത് ഫൂയുടെ ഷർട്ടല്ലേ, ഇതെങ്ങനെയാണ് നിൻ്റെ അടുത്തേക്ക് വന്നത്? അപ്പോൾ ചിങ് അങ്ങ് തട്ടിവിടുകയാണ്, ആക്ച്വലി ഫൂ ആണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ അമ്മ ചോദിക്കും, നീ എന്താ ഇത് നേരത്തെ പറയാതിരുന്നത്? ചിങ് പറയും, ഇത്ര ആൾക്കാരുടെ മുന്നിൽ ഫൂവിനെ നാണം കെടുത്തണ്ടെന്ന് കരുതി ഫൂയുടെ ഫാമിലിയെ ഡിസ്ഗ്രേസ് ചെയ്യുന്നത് പോലെ ആവില്ലേ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ അന്നേരം പറയാതിരുന്നത് എന്ന് അവളമ്മയോട് പറയും. അത് കേൾക്കുമ്പോഴത്തേക്കും അമ്മയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. നീ നല്ലൊരു പെൺകുട്ടിയാണ്, ഞാൻ നിന്നെക്കുറിച്ച് മോശമായിട്ടാണ് ഇതിപ്പോൾ ചിന്തിച്ച് പോയത്, സോറി മോളെ എന്നൊക്കെ പറയുകയാണമ്മ. ഇന്നു മുതൽ നീ എൻ്റെ മരുമകളാണ്, നമുക്ക് ഒരുമിച്ച് ഷെഗ്മിയാനെ പുറത്താക്കാം എന്ന് അമ്മ അവളോട് പറയാണ്. അത് കേൾക്കുമ്പം ചിങ് മനസ്സിലിങ്ങനെ ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അമ്മ പുറത്തേക്ക് പോകുമ്പോൾ ഉടനെ അവൾ വിചാരിക്കും, എന്ത് വിഗ്ഡ് സ്ത്രീയാണത്. കുറച്ച് മുന്നേ അവർ എന്നെ ചീത്ത പറഞ്ഞിട്ട് അവരുടെ മകനാണത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവർ പ്ലേറ്റ് മാറ്റി. ആ സമയത്ത് ചിങ്ങിനൊരു കോൾ വരുന്നുണ്ട്. അത് നേരത്തെ അവൾ ഡിസ്കസ് ചെയ്ത ആ പെൺകുട്ടിയുടെ കോളാണ്. അവളെ വിളിച്ചിട്ട് എന്താ പറ്റിയത്, എങ്ങനെയാണ് പെണ്ണി മാറി ആ സ്ഥാനത്തേക്ക് നീ വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ചിങ്ങിനോട്. ആക്ച്വലി ഫൂ അല്ല അവളോട് അങ്ങനെയൊക്കെ ചെയ്തത്. ഇവർ നേരത്തെ പെന്നിയെ അങ്ങനെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത ഒരാളുണ്ട്, ഒരു വെയിറ്റർ ആ ഹോട്ടലിൽ. അയാളാണ് ഇവളോടാണ് ചെയ്തത്. ഇവളാണ് പെന്നിയെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇവളോടാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഈ ചിങ്ങാണെങ്കിൽ ആ ഗേളിനോട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഫൂ ആണെന്ന് മാത്രമേ പുറത്തറിയാവൂ, വേറെ ആരും ഒന്നും അറിയരുത് എന്നൊക്കെ പറയാണ്. പിന്നെ ആ വെയിറ്ററിന് കുറച്ച് പൈസ എക്സ്ട്രാ കൊടുത്ത് അയാളെ പറഞ്ഞു വിടണം എന്നും പറയാണ്. അതിനുശേഷം ആ സീന് കാണിക്കുന്നുണ്ട്. ഷയോച്ചിങ് ആണെങ്കിൽ കുടിച്ച് ബോധമില്ലാണ്ട് ഡ്രങ്ക് ആയിട്ട് നടന്നു വരുമ്പോൾ ഫൂയുടെ കോട്ടും കൊണ്ടാണ് അവൾ വരുന്നത്. നടന്നു വരുമ്പോഴത്തേക്കും ഈ വെയിറ്ററെ കാണുന്നുണ്ട്. അവൻ ഫൂ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇവളാണ് അങ്ങോട്ട് പോയി സംസാരിക്കുന്നത്. അപ്പോൾ വെയിറ്റർ ചോദിക്കുന്നുണ്ട്, ഞാൻ ഫൂ അല്ല, നിങ്ങൾ പെണ്ണിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ചിങ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഫൂ അവൾ പെണ്ണിയാണെന്ന് വിചാരിച്ചിട്ട് സംസാരിക്കുന്നതാണെന്ന് ചിങ് അങ്ങ് മനസ്സിൽ വിചാരിച്ചിട്ട് പറയും, അതെ ഞാൻ തന്നെയാണ് പെണ്ണി. അങ്ങനെയാണ് ആ വെയിറ്റർ അവളെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. കഥയുടെ ഗതി മാറുന്നത്. അതേസമയം ഇവിടെ പെന്നിയും ബോധമില്ലാണ്ടിരിക്കുകയാണ്. കാരണം പെന്നിയുടെ ഡ്രിങ്ക്സിൽ എന്തോ കലക്കിയത് കാരണം അവൾ ചെറുതായിട്ട് അൺകോൺഷ്യസ് ആണ്. അവളിങ്ങനെ എഴുന്നേറ്റ് നടന്നു വരുമ്പോൾ വീഴാൻ പോകുന്നത് കാരണം ഫൂ ഓടി വന്നിട്ട് അവളെ പിടിക്കുകയാണ്. നീ എന്തിനാ ഇത്രയധികം കഴിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, ഞാൻ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. ഫൂ അവളെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരികയാണ്. വീട്ടിൽ വന്നിട്ട് അവളെ കൊണ്ടുപോയി ബെഡിൽ കിടത്തും. അവളിങ്ങനെ ക്ഷീണിച്ച് ഉറങ്ങുകയാണ്. അവളിങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് ഫൂ ആണെങ്കിൽ ലിപ്സിൽ കിസ് ചെയ്യാൻ വന്നിട്ട് മാറ്റിയിട്ട് നെറ്റിയിൽ കിസ് ചെയ്യുകയാണ്. അവൻ എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോൾ അവളാണെങ്കിൽ അവൻ്റെ കൈ പിടിക്കുകയാണ്. ഹണി പോവല്ലേ എന്ന് പറയുകയാണ്.
അത് കേൾക്കുമ്പോൾ അവന് സന്തോഷമാവുന്നുണ്ട്. അവൻ ചോദിക്കും, നീ എന്താ എന്നെ ഇപ്പോൾ വിളിച്ചേ? അവൾ എണീറ്റിട്ട് അവനോട് പറയാണ്, ഹണി. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അവളവനെ ബെഡിൽ തള്ളിയിട്ടിട്ട് അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ? അവളെ ഡ്രിങ്ക്സ് കഴിച്ചതുകൊണ്ട് അവളിനി തെറ്റിദ്ധരിക്കുന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ അവളതിന് മറുപടിയായിട്ട് പറയും, ഞാൻ ഏത് കണ്ടീഷനിലിരുന്നാലും നീ ആരാണെന്ന് ഞാൻ തിരിച്ചറിയും. നീ എൻ്റെ ഹസ്ബൻഡാ, ഫു യൻചാൻ. അപ്പോൾ ഫു അവളോട് ചോദിക്കും, നിനക്ക് ഫു യൻചാനെ ഇഷ്ടമാണോ? അവൾ പറയും, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന്. അവൻ പറയും, നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ പിന്നെ നീ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് അവരുടെ റൊമാൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. പിറ്റേ ദിവസമാവും. അവനിങ്ങനെ റൂമിലേക്ക് വരുമ്പോൾ അവളിപ്പോഴും ഉറങ്ങുകയാണ്. അവനടുത്ത് വന്ന് ബെഡിലിരിക്കുന്നതും അവളെ തിരിഞ്ഞിട്ട് അവൻ്റെ കാലിൽ തലവെച്ച് കിടക്കുകയാണ്. അവനിങ്ങനെ അവളെ എഴുന്നേൽപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ തലയിൽ തടവും. എന്നിട്ട് അവനിങ്ങനെ ആലോചിക്കുകയാണ്, ഇന്നലെ അവൾ പറഞ്ഞ കാര്യം, അവൾക്ക് അവളുടെ ഹസ്ബൻഡാണ് ഫു യൻചാങ്, അവനെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ കാര്യം അവനിങ്ങനെ ആലോചിക്കുകയാണ് അവിടെ ഇരുന്ന്. എന്നിട്ട് പറയും, നീ അവസാനം എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോഴേക്കും ഫൂയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അവൻ്റെ അമ്മയാണ് വിളിക്കുന്നത്. വേഗം വാ, ഒരു എമർജൻസി ഉണ്ട്, വീട്ടിലേക്ക് വരാനായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അമ്മ ഈ സമയമാണെങ്കിൽ ഹോട്ടലിലെ മാനേജറുമായിട്ട് സംസാരിക്കുകയാണ്. കാരണം ഇന്നലെ ഷയോച്ചിങ് അങ്ങനെ ഒരു സംഭവം പറഞ്ഞല്ലോ അമ്മയുടെ അടുത്ത്. അപ്പോൾ അമ്മയ്ക്ക് സംശയമുണ്ട് അവൾ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി ക്യാമറ ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുകയാണ്. അപ്പോൾ മാനേജർ പറയുന്നുണ്ട്, ആ സൈഡിലുള്ള ക്യാമറാസ് ഓഫായിരുന്നു, അത് കാരണം എന്താണ് സത്യമെന്ന് അറിയത്തില്ല. പക്ഷേ ഷയോച്ചിങ് എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് കള്ളം പറയുമെന്ന് തോന്നുന്നില്ല എന്ന് മാനേജർ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും, അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. കാരണം എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് വരാനായിട്ട് ഒരുപാട് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഷെങ്മിയാൻ തന്നെ ഒരു തലവേദനയായിരിക്കുക. ഇനി വേറൊരു തലവേദന വീണ്ടും വരുത്തി വയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഉറപ്പിച്ചിട്ട് വിളിക്കാമെന്ന് കരുതി ഞാൻ നിങ്ങളോട് ഇത് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മ ഫോൺ കട്ട് ചെയ്യും. അപ്പോഴേക്കും ഫു അങ്ങോട്ടേക്ക് വരികയാണ്. അമ്മ ഫുവോട് ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ? അപ്പോൾ ഫു ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, അമ്മ, അവൾ അബദ്ധമൊന്നുമല്ല, എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞാൻ അവളുടെ പുറകെ നടക്കുകയാണ്, അവൾക്കും എന്നെ ഇഷ്ടമാണ്, അമ്മ ഈ കാര്യത്തിൽ ഇടപെടാനായിട്ട് വരരുത് എന്ന് പറയുകയാണ്. അപ്പം അമ്മ മനസ്സിലാലോചിക്കുകയാണ്, അപ്പോൾ ഷയോച്ചിങ് പറഞ്ഞത് സത്യമായിരുന്നല്ലേ? അതേസമയം തന്നെ ഷയോച്ചിങ് അങ്ങോട്ടേക്ക് വരികയാണ്. അവൾ ഈ സംസാരിക്കുന്നതൊക്കെ അവിടെ നിന്ന് ഒളിഞ്ഞു കേൾക്കുകയാണ്. അമ്മ പറയും, നീ അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് വരില്ല. അങ്ങനെയാണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഷെങ്മിയാനെ ഡിവോഴ്സ് ചെയ്യണം, എന്നിട്ട് അവളെ വിവാഹം കഴിക്കണം എന്ന് പറയുകയാണ്. ഫു പറയുന്നുണ്ട്, ഉറപ്പായും അമ്മ, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഡിവോഴ്സ് ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ എന്നെയാണെങ്കിൽ ഇപ്പോഴാണ് ഉറക്കം എഴുന്നേൽക്കുന്നത്. എന്നിട്ട് അവൾ ആലോചിക്കുകയാണ്, ഇന്നലെ രാത്രി എന്താ സംഭവിച്ചേ? എൻ്റെ ഡ്രിങ്ക്സിൽ ആരോ എന്തോ കലക്കിയെന്ന് തോന്നുന്നു, എനിക്ക് ഇന്നലെ രാത്രിയെക്കുറിച്ച് ഒരു ഓർമ്മയില്ലല്ലോ എന്നവളിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് റെഡി ആവുകയാണ് പുറത്തേക്ക് പോകാനായിട്ട്. അവൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ബാഗും എടുത്ത് പോകുമ്പോഴത്തേക്കും ഫു അപ്പോഴേക്കും അവിടെ വരികയാണ്. അവൻ വന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ കുറച്ച് നേരം കൂടി ഉറങ്ങാത്തെ? ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. സ്നേഹത്തോടെ സൈനിങ് ഓഫ്, ദ സ്റ്റോറി പാണ്ട.